ഇന്ന് ഏത് ക്ലാസ് ആണ്? Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Okay, good morning, all. We had made one committee, right? നിങ്ങളുടെ ബാച്ച് ചെയ്തിരുന്നോ? ഒരു കമ്മിറ്റി ഫോം ചെയ്തിരുന്നോ? 2 leaders per week. ചെയ്തിട്ടില്ല? 4, right? ചെയ്തിട്ടുണ്ട്. So who alls are turned today? ആരുടെ ടേൺ ആണ്? ആര് 2 പേരാ ലീഡേഴ്സ്? Anyway, please start with our class with a prayer. Ma'am, prayer ഞാൻ ചെയ്യാം ma'am. Okay, fine. ചെയ്തോട്ടെ ma'am. Yes, please. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ ഒരു 2 ലീഡേഴ്സ് എല്ലാ വീക്കും അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യണ കാര്യം? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു ഇങ്ങനെ ലീഡേഴ്സിനെ പറ്റി. ഓക്കെ. അതിന് മുന്നോട്ട് വന്നേന്ന് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്ലാസ് അവേഴ്സ് കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആകും. മീൻസ് ടൈം വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് മീൻസ് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ലേ? 2 പേര് വന്നിട്ടുണ്ട്, പക്ഷെ അവര് ഇന്ന് ട്രെയിനിങ്ങിന് പോയേക്കാണല്ലോ. ഓ ശരി. ടീച്ചിങ് പ്രാക്ടീസ്? ടീച്ചിങ് പ്രാക്ടീസിന് പോയേക്കാ. ഓ ശരി. ആ സമയത്ത് ആ റോള് വേറെ ആരെങ്കിലും ഏറ്റെടുത്താൽ മതിയായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. തോട്ട് ഓഫ് ദ ഡേ സൈനിങ്. മാം, തോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം. Thought for the day. Learning gives creativity. Creativity leads to thinking. Thinking provides knowledge. Makes you great. By APJ Abdul Kalam. Okay, very good. And I hope all of your creativity have begun. Like you started writing rhymes and stories, right? Rhymes and stories എഴുതി തുടങ്ങിയോ? സോ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ശരിക്കും വർക്ക്ഔട്ട് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ സെമിനാർ ഡൺ. സർവേ ക്വസ്റ്റ്യൻ ഐ ഹാവ് ടു ഗീവ്. നമുക്ക് ഓക്കെ, അത്യാവശ്യമാണോ റിസ്വാന? ചെറിയൊരു കാര്യമാണ്. ഈ റൈംസ് എഴുതുമ്പം ഒരു പേജിൽ തന്നെ 2 എണ്ണം എഴുതുന്നത് കുഴപ്പമുണ്ടോ? ചെറുതാണെങ്കിൽ നോ പ്രോബ്ലം, നോ ഇഷ്യൂ. നമ്മള് ഓക്കെ. സോ മറിയ മോണ്ടിസോറി അല്ലേ എടുത്തോണ്ടിരുന്നത്? സൈൻ ഇൻ ആരെങ്കിലും ഉണ്ട്? സൈൻ ഇൻ വിൽ ബി ഹെൽപ്ഫുൾ. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ, ജോബ് കിട്ടി പോകുമ്പോൾ, കുട്ടികളെയൊക്കെ വിഷ് ചെയ്യുമ്പോൾ നമ്മളുടേതായ ഒരു യുണീക് സ്റ്റൈലൊക്കെ ഉണ്ടാവുമ്പം അവർ കുറച്ചുകൂടെ നമ്മളോട് പെട്ടെന്ന് അടുക്കും. ആസ് യൂഷ്വൽ ഗുഡ് മോർണിംഗ് അതൊക്കെ ആവുമ്പോഴേക്കും എന്നുള്ളതല്ലേ. സോ നമ്മളുടേതായ ഒരു യുണീക് സ്റ്റൈൽ ഉണ്ടാവുമ്പോൾ ദാറ്റ് വിൽ ബി വെരി നൈസ്. ഓക്കെ, ഞാൻ മറിയ മോണ്ടിസോറിയുടെ PDF ഒന്ന് എടുക്കട്ടെ.
മാം മാം ക്ലാസ് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് തരാമോ? ഒരു റെക്കോർഡിന്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാ. Yeah, yes. Last 10 minutes we will be discussing about all the doubts and clarification. ഓക്കെ മാം. നമ്മൾ എവിടം വരെ ആയി എന്നൊന്ന് പറയാമോ ആരെങ്കിലും? Where were we? Maria Montessori സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടം വരെ ആയിന്ന്? തുടങ്ങണേ അതുവരെ പറഞ്ഞു. അത്രേ ഉള്ളൂ അല്ലെ? ഇതെല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് പേജ് ഒക്കെ കഴിഞ്ഞോ? ഒബ്സർവേഷൻസ് കഴിഞ്ഞു അല്ലേ? Yes, Maria Montessori was requested by a building society. ഓക്കെ, സോ നമ്മള് ഈ മെത്തേഡിന്റെ ഫൗണ്ടർ മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മറിയ മോണ്ടിസോറിയുടെ മനസ്സിൽ ഈ ഒരു തോട്ട് വരാൻ കാരണം. കാരണം അവര് ആളുകളുടെ ഗ്രീഫ്, ഓരോ ജനറേഷൻ ആകുമ്പോഴും ആളുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ആളുകളുടെ അഗ്രസീവ്നെസ്, പലപ്പോഴും ലോസ് സംഭവിക്കുന്നതെല്ലാം അവർ കണ്ടു. മീൻസ് ആ 2 വേൾഡ് വാർ സമയത്തും അവരുണ്ടായിരുന്നു. ആ വേൾഡ് വാറിന്റെ ആഫ്റ്റർ എഫക്ട് അവര് വേൾഡിൽ മുഴുവനും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കി. സോ അവർക്ക് മനസ്സിലായി ചെറിയ കുട്ടികളിൽ എന്തെങ്കിലും ചെയ്താലാണ് ഇതിനൊരു മാറ്റം വരുള്ളൂ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു, റിസർച്ച് ചെയ്തു. അവരുടെ പല ഒബ്സർവേഷൻസും അവര് എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി. അങ്ങനെ പല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു. ഇവരാദ്യം സ്പെഷ്യൽ കിഡ്സിൽ ഇത് ചെയ്തു നോക്കി. സ്പെഷ്യൽ കിഡ്സിൽ ചെയ്തപ്പോ നല്ല റിസൾട്ട് ആയിരുന്നു. സോ ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ലൈക്ക് സ്ലം ഏരിയ പറഞ്ഞപ്പോ പാരന്റ്സ് ഡെയിലി അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട്, അവരുടെ എന്താ പറയാ, കഴിഞ്ഞുകൂടാനായിട്ട് അവർക്ക് ഒരു ഇൻകം സോഴ്സിന് വേണ്ടിയിട്ട് പലരും പല ജോലികൾക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ കുട്ടികളെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് അന്നത്തെ കാലത്ത് മാത്രമല്ല, ഇപ്പോഴും നമുക്കറിയാം, വി നോ വെൽ അബൌട്ട് ഓൾ ദ തിങ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അപ്പൊ മേ ബി ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ടൗണിലെ അങ്ങനെ എന്തെങ്കിലും ആ ഏരിയയിലുള്ള കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ മേ ബി അവിടുത്തെ മേയർ ആയിരിക്കാം, അവിടുത്തെ അതോറിറ്റി, ഗവൺമെന്റ് അതോറിറ്റി മറിയ മോണ്ടിസോറിയോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ഇങ്ങനെയുള്ള കുട്ടികളെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ കെയർ സെന്റർ ആരംഭിക്കാനായിട്ട്. സാൻ ലൊറൻസോ അവിടെ ഇറ്റലിയിലെ ആ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയാണ്. അപ്പൊ മറിയ മോണ്ടിസോറിയുടെ ഫൈൻഡിങ്സ്, ഓൾമോസ്റ്റ് അവര് കണ്ടുപിടിച്ച പല ഫൈൻഡിങ്സും അവര് പീഡിയാട്രിക് കുട്ടികൾക്കിടയിലാണ് വർക്ക് ചെയ്തത്. അതും സ്പെഷ്യൽ കിഡ്സിന്റെ ഇടയിലായിരുന്നു. അവർ ചെയ്ത പല കാര്യങ്ങളും അതിന്റെ റിസൾട്ടും അവരുടെ ഫൈൻഡിങ്സും റിസർച്ചും എല്ലാം കൂടി വെച്ചിട്ട് അതെല്ലാം മനസ്സിൽ വെച്ച് അവരൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. കാസ ഡി ബാംപിനി എന്നായിരുന്നു ആ സ്കൂളിന്റെ പേര്. അതിന്റെ മീനിങ് ഇറ്റാലിയൻ വേർഡാണ്. മീനിങ് ഹൗസ് ഓഫ് ചിൽഡ്രൻ, ചിൽഡ്രൻസ് ഹൗസ് ഓഫ് ചിൽഡ്രൻ. 1907 ആ ഒരു ഇയറിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഉള്ള പഠിപ്പിക്കുന്ന രീതി നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ ഒരു സെൽഫ് ഡെവലപ്മെന്റ്, ഓട്ടോ എഡ്യൂക്കേഷൻ, ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ നടന്നത്. അതൊരു ഫസ്റ്റ് സ്കൂളായിരുന്നു. ഈ മോണ്ടിസോറി മെത്തേഡിലെ ഫസ്റ്റ് സ്കൂളായിരുന്നു, ഇറ്റലിയിലെ ഫസ്റ്റ് സ്കൂള്. അങ്ങനെ കുറെ എക്സ്പെരിമെന്റേഷനും മെത്തേഡ്സും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ
ഹോൾ വേൾഡ് ഇവരുടെ ഒരു മെത്തേഡ് ഭയങ്കരമായിട്ട് അതിനൊരു എന്താ പറയാ ഭയങ്കര ഒരു പബ്ലിസിറ്റി വന്നു. അപ്പം എല്ലാരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഈ ഒരു മെത്തേഡിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഇവരെ പല സ്ഥലങ്ങളിലേക്കും ഇൻവൈറ്റ് ചെയ്യുവാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. മെത്തേഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിരുന്നു. ദാറ്റ് ടൈം മഹാത്മാഗാന്ധിയുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് സംഹൗ ഈ മെത്തേഡിന്റെ കുറെ ഭാഗങ്ങൾ അബ്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ പല സ്കൂളുകളിലും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് സ്വദേശിവൽക്കരണം ആ ഒരു ഇത് ആയതുകൊണ്ടായിരിക്കാം ഗാന്ധിജി കൂടുതലും മാതൃഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടാണ് പല സ്കൂളുകളിലും എഡ്യൂക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ 3 റീഫോമേഴ്സ് അല്ലെങ്കിൽ 3 ലെജൻസിന്റെ ഇത് തോട്ട്സ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. കാരണം മഹാത്മാഗാന്ധി, മറിയ മോണ്ടിസോറി, പിന്നെ APJ അബ്ദുൽ കലാം, ഇവർ 3 പേരും എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും നല്ല ടൂൾ, പവർ എന്ന് പറഞ്ഞ 3 വ്യക്തികളാണ്. അതിലൂടെ മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞവരാണ്. 3 പേരും തന്നെ കുട്ടികളിലാണ് മാറ്റങ്ങൾ, കുട്ടികളാണ് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ ഏറ്റവും നല്ല എന്താ പറയാ സോഴ്സസ് എന്ന് പറഞ്ഞവരാണ് ഈ 3 പേരും. അങ്ങനെ പലയിടത്തേക്കും ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ മോണ്ടിസോറി സ്കൂള് പലയിടത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മറിയ മോണ്ടിസോറി കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിൽ പലതും അവരുടെ പല ഫൈൻഡിങ്സും പിന്നെ എന്താ പറയാ അതായത് അവര് ചെയ്യാത്ത പല കാര്യങ്ങളും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ് റൂമിൽ സംഭവിക്കുമ്പോൾ അത് കൂടുതൽ നല്ല ഡിസ്കവറിയിലേക്ക് പോകുന്നതും എല്ലാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ മറിയ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് സ്കൂളിൽ മറിയ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു കാൻഡിഡ എന്ന് പറഞ്ഞ ഫെസിലിറ്റേറ്റർ. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാൻഡിഡ ഒരു ദിവസം നേരത്തെ ഈ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഷെൽഫിൽ വെച്ച് ലോക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഒരു ദിവസം ഈവനിങ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ധൃതിയിൽ കാൻഡിഡ ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കുകയായിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് കാൻഡിഡ വളരെ ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ എത്തുന്നത്. അപ്പോഴേക്കും കുട്ടികളെല്ലാം നേരത്തെ സമയത്തെത്തി. കാൻഡിഡ അവരുടെ ഫെസിലിറ്റേറ്റർ ലേറ്റ് ആയി. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു, ഷെൽഫ് ഓപ്പൺ ആയി കിടക്കുമായിരുന്നല്ലോ. സോ അവര് പോയി അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് അവരുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവിടെ ലേണിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. കാൻഡിഡ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഷെൽഫിലിരുന്ന സാധനങ്ങളെല്ലാം കുട്ടികൾ എടുത്തു വെച്ചിരുന്ന് വളരെ എൻഗേജ്ഡ് ആയിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുക. കാൻഡിഡയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഷെൽഫ് തുറന്നെടുത്തു എന്നുള്ള ആ ഒരു ദേഷ്യം, അവർ സ്റ്റീൽ ചെയ്തു, കുട്ടികളെ മോഷ്ടിച്ചു എന്നുള്ള രീതിയിൽ ചോദിക്കാതെ എടുത്തത് അതൊരു സ്റ്റീലിംഗ് തന്നെയാണെന്നുള്ള രീതിയിൽ കാൻഡിഡ പറഞ്ഞു. ഭയങ്കരമായിട്ട് അവർക്ക് ദേഷ്യം വന്നു. മറിയ മോണ്ടിസോറി അവരെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീഡം ടു ചൂസ്. അവര് കൊടുത്ത മെറ്റീരിയൽസ് വെച്ചല്ല കുട്ടികൾ ആക്ടിവിറ്റി ചെയ്തത്. കുട്ടികൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതെടുത്തുകൊണ്ട് വന്നാണ് അവർ ആക്ടിവിറ്റീസ് ചെയ്തത്. അതിനുശേഷമാണ് ഓപ്പൺ ഷെൽഫില് കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഓപ്പൺ ഷെൽഫില് മെറ്റീരിയൽസ് വെക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഓരോരോ ടൈം കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഒരു ഡിസ്കവറി പോലെ ചെയ്താണ് മറിയ മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കും അറിയാം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആ ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കുറെ ചെറിയ ഇൻസിഡൻസിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു മെത്തേഡ്. അപ്പൊ കുട്ടികളുടെ ഫ്രീഡം ടു ചൂസ്, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവര് ചൂസ് ചെയ്യുന്നു, വേറൊരാൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും. വേറൊരാൾ കൊടുക്കുമ്പോൾ then it will take time, or അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അത് അതിന്റെ റിസൾട്ടിലേക്ക് ആ ഒരു എയിമിലേക്ക് എത്തിയെന്നിരിക്കില്ല. അങ്ങനെ അത് ഓക്കെ, ഇവിടെ വരെയൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ ബുക്സ് ഉണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വായിക്കാൻ പറ്റിയാൽ വായിക്കൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിവ്യൂ ഒക്കെ കിട്ടും. റിവ്യൂവും കുറച്ച് കണ്ടന്റ് ഒക്കെ ഒന്ന് വായിക്കാനായിട്ട് ഫ്രീ ആയിട്ട് വായിക്കാനൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഓൺലൈൻ ആപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ ഈ ബുക്ക് അവൈലബിൾ ആണെങ്കിൽ സമയം പോലെ വായിച്ചു നോക്കൂ. നല്ല രസമാണ്. പിന്നെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒത്തിരി ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഇറ്റലി ആ ഒരു ലാംഗ്വേജിന്റെ ഒരു മിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. ജർമ്മൻ ഭാഷയുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കവറീസ് അറ്റ് കാസഡി മാബിനി. ഇതിനകത്ത് കാൻഡിഡയുടെ കാര്യം പറയുന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പം എന്റെ ടെക്സ്റ്റിൽ കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതാ, പിന്നെ ഞാൻ വായിച്ച കുറച്ച് കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞതാണ്.
Okay, next discoveries at Casa di Mampi. Montessori discovered a world within the child. കുട്ടികൾക്കുള്ളിൽ തന്നെ ഒരു ലോകമുണ്ടെന്ന് തന്നെ മറിയ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. ഈ ഒരു ഡിസ്കവറിയാണ് അവരെ ഫേമസ് ആക്കിയത്, നോട്ട് ഹെർ മെത്തേഡ്. കാരണം കുട്ടികളിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്, പവർ ഉണ്ട് എന്നവർ കണ്ടുപിടിച്ചു. അവരുടെ മെത്തേഡിനേക്കാളും അവർ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളിൽ ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിച്ചു. അതാണ് അവരെ വേൾഡ് ഫേമസ് ആക്കിയത്. ആരും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അത്ര ഡീപ്പായിട്ടൊന്നും റിസർച്ച് ചെയ്യുകയോ അനലൈസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പല ഫിലോസഫേഴ്സും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പല പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മൾ പല സൈക്കോ അനാലിസ്റ്റുകൾ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിഗ്ഡോസ്കി, ജീൻ പിയാഗെറ്റ്, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, അങ്ങനെ കുറെ സൈക്കോ അനാലിസ്റ്റുകൾ കുറെ അതൊക്കെ പറയുന്നുണ്ട്. ചിലര് കുട്ടികൾ സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ വേറൊരാൾ പറയും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഓരോരോ ഏജിലാണ് അവരുടെ ഓരോരോ കാര്യങ്ങൾ, അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണെന്ന് പറയുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് അത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആയിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വ്യൂസ്. അങ്ങനെ പലരും പല രീതിയിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പറഞ്ഞു. പക്ഷെ മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഡിസ്കവർ ചെയ്തു. അത് പ്രൊമോട്ട് ചെയ്യാനും അവരുടെ പവർ കണ്ടുപിടിക്കാനും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും നല്ല രീതിയിലുള്ള എയ്ഡ്സ് ടൂൾസ്, ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എല്ലാം അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കുട്ടിയെ ട്രിഗർ ചെയ്തു. അതാണ് അവർ ചെയ്ത കാര്യം. സോ അതാണ് അവർ ഫേമസ് ആവാൻ കാരണം. സോ നെക്സ്റ്റ് വൺ, മെന്റൽ കോൺസെൻട്രേഷൻ. കുട്ടികളുടെ കോൺസെൻട്രേഷനെ കുറിച്ചാണ് നെക്സ്റ്റ് മറിയ മോണ്ടിസോറി പറയുന്നത്. ആഫ്റ്റർ 3 years ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുവാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. നമുക്കറിയാം, ഒരു കുഞ്ഞ് അമ്മയുടെ വോപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ പറയുക ഭ്രൂണാവസ്ഥ എന്ന് പറയില്ലേ, എംബ്രിയോ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എംബ്രിയോ. ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾ എടുത്താണ് അതിന് ഫുൾ രൂപം വരുന്നത് അല്ലെ. കൈയും കാലും ഫുൾ ബോഡിയും ഇന്റേണൽ പാർട്സും എക്സ്റ്റേണൽ പാർട്സും എല്ലാം ആയി കഴിയുമ്പോഴാണ് ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുട്ടിയായിട്ട് ഡെലിവറി ആയി പുറത്തേക്ക് വരുന്നത്, അമ്മയുടെ വോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സോ ആ ടൈം ഒരു കുറച്ച് ഏജ് വരെ കുട്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ അവരുടെ ഈ ശരീരം, അതായത് ഫിസിക് എംബ്രിയോ സ്റ്റേറ്റിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തി പുറത്തെത്തുമ്പോൾ മനസ്സ്, അവരുടെ സ്പിരിറ്റ്, അവരുടെ മൈൻഡ് അപ്പോഴും എംബ്രിയോ സ്റ്റേറ്റിലാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്, മനസ്സ് വളർന്നിട്ടില്ല എന്നാണ് പറയാ. സോ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ് എടുക്കാൻ പല പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം. പല കണ്ടീഷൻസ്, അതിനെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പല കണ്ടീഷൻസ് വേണം. ഇതൊക്കെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതൊക്കെ എന്താന്ന് നോക്കി വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറയാറില്ലേ, ചില ആളുകളെ കാണുമ്പോഴേക്കും വളരെ ശുദ്ധ നിഷ്കളങ്കരായ, നമ്മൾ മക്കളിയായിട്ട് പറയില്ലേ, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും വളർന്നിട്ടില്ല. ട്രൂ. ആ ഒരു രീതിയിൽ തന്നെയാണ് കുട്ടിയുടെ ബോഡി, ശരീരം, ഫിസിക് വളർന്നാലും മൈൻഡ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണ്, ശൈശവാവസ്ഥയിലാണെന്നുള്ള രീതി. ഒരു 3 years ഒക്കെ കഴിയുമ്പോഴാണ് ഇവരുടെ ആ ഡെവലപ്മെന്റ് ശരിക്കും നല്ല രീതിയിൽ തുടങ്ങുകയുള്ളൂ. അപ്പൊ ആഫ്റ്റർ 3 years ആണ് ഈ ഒരു കോൺസെൻട്രേഷൻ. നമ്മൾ ആലോചിച്ചാൽ അറിയാം, നമുക്ക് 3 വയസ്സ് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഓർമ്മയിൽ അങ്ങനെയില്ല. ബട്ട് 3 yearsന്റെ പല കാര്യങ്ങളും നമുക്ക് മെമ്മറിയിൽ വരും അല്ലെ. ആഫ്റ്റർ 3 years ഉള്ളത് നമ്മൾ കുറെയൊക്കെ നമ്മളുടെ ഓർമ്മയിലേക്ക് വരും. പക്ഷെ 3 താഴെയുള്ളത് നമ്മുടെ ഓർമ്മയിൽ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, who will read mental concentration? ഉറങ്ങിപ്പോയി എല്ലാവരും? മാം യെസ്, വായിക്കട്ടെ. ചോളൂ. Mental concentration. Maria Montessori found that children as young as 3 years of age were able to concentrate. She had found and was surprised to watch a child of about 3 working with knobed cylinders, showing extraordinary interest in the material. The child's concentration was so deep that it seemed to have isolated her mentally from the rest of the environment. To test the severity of this concentration, asked the teacher to make the other children sing aloud around the child. But the child did not ever seem conscious of this disturbance. She continued just as before,
mysteriously repeating the same exercise. Then Montessori slowly picked up the armchair on which the child was sitting with the child in it and placed her on a table. The child, who had stung onto her precious cylinders during this interruption, at once went on her task as if nothing had happened. With her scientific habit of measuring, Maria Montessori observed and counted the number of times the child repeated the exercise. It was 42 times, and yet the child looked pleased and rested after the child did the exercise. The automatic working of the children was later to become one of the fundamental principles of her method. ഓക്കെ പാർവതി, താങ്ക് യു. സോ നിങ്ങൾക്ക് കഥ മനസ്സിലായി കാണുമല്ലോ. കുട്ടികളുടെ ഈ കോൺസെൻട്രേഷന്റെ സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ സിവിയർനെസ് അത് അതിന്റെ പീക്കിലാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറിയ മോണ്ടിസോറി ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നമുക്കും അറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിൽ അവരിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ചുറ്റും നടക്കുന്നൊന്നും അറിയില്ല എന്ന് പറയില്ലേ. ആരതിൽ കൂടെ പോയാലും ഒരു ശബ്ദം കേട്ടാലും ഒന്നും അവര് ശ്രദ്ധിക്കില്ല. ഈ കാര്യം ഇത് വെച്ച് തന്നെ കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറിയ മോണ്ടിസോറി. പിന്നെ ഒരു ലെസണിൽ കാണാം നമുക്ക് കുട്ടികളെ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നുള്ള ലെസണിൽ വരുന്നുണ്ട്. കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. നോർമലൈസ്ഡ് കിട്ടും, ഡീവിയേറ്റഡ് കിട്ടും. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, നോർമലൈസേഷൻ ഈസ് നത്തിങ് ലൈക്ക് പെർഫെക്റ്റ് കുട്ടി എന്നുള്ള മീനിങ് അല്ല നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിയുള്ളത് എല്ലാത്തിനും ടോപ്പ്, ആ ഒരു മീനിങ് അല്ല നോർമലൈസേഷൻ എന്ന് പറയുന്നത്. വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി ശ്രദ്ധിച്ച് മറ്റുള്ളവരോട് റെസ്പെക്ട് കാണിക്കുന്നു, ലവ് കാണിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ആ രീതിയിൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു കുട്ടിയായി ഡെവലപ്പ് ആകുന്ന കുഞ്ഞിനെയാണ് നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് റിസോഴ്സ് ആയിട്ട്, സൊസൈറ്റിക്ക് ഒരു റിസോഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പം അത് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേറ്റഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മറിയ മോണ്ടിസോറി ചെയ്ത എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ഒരു കുട്ടി ഒരു മോണ്ടിസോറി മെറ്റീരിയൽ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിന്റെ ആ ഒരു സിവിയർനെസ്, ആ ഒരു പീക്ക് കോൺസെൻട്രേഷന്റെ ലെവൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികളോട് ഓർക്ക പാടാൻ പറഞ്ഞു അവന് ചുറ്റും നിന്ന്. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, അവൻ അതൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആയതേ ഇല്ല. ദെൻ എന്താ പറയാ, വീണ്ടും അവൻ അത് റിപ്പീറ്റ് ചെയ്തു. മറ്റുള്ള കുട്ടികൾ ഉറക്ക പാടുകയും ചെയ്തു. എന്നിട്ടും ഒന്നും അവൻ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. അവൻ ഇരിക്കുന്ന അത് തന്നെ അങ്ങനെ പൊക്കിയെടുത്തോണ്ട്, ആം ചെയർ അങ്ങനെ പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് അവനെ വേറൊരു ടേബിളിൽ പ്ലേസ് ചെയ്തു. അപ്പോഴും അവൻ ചെയ്യുന്ന വർക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോണ്ടിസോറി കൗണ്ട് ചെയ്തു 42 ടൈംസ് ആ സെയിം എക്സസൈസ്, സെയിം ആക്ടിവിറ്റി ആ കുട്ടി റിപ്പീറ്റ് ചെയ്തു എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നമുക്കും കാണാൻ പറ്റുമായിരിക്കും നമ്മുടെ മക്കള് ചില സമയത്ത് ചില ഗെയിംസ് അവർക്ക് എത്ര ആയാലും മടുക്കില്ല, നമ്മളെയും വന്ന് വിളിച്ചോണ്ടിരിക്കും കളിക്കാൻ നമുക്ക് 1 or 2 ടൈംസ് ആകുമ്പോൾ ആസ് എൻ അഡൾട്ട് നമ്മളിപ്പോ വി വിൽ ഗെറ്റ് ബോർഡ് അല്ലെ. അപ്പം പക്ഷെ ഇവിടെ കുട്ടികൾക്ക് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വർക്ക്, അതാണ് ഈ മോണ്ടിസോറി മെത്തേഡിലെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് മാറിയത്. ആ ഒരു റിപ്പീറ്റ് ചെയ്യുന്നു, വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, ലവ് ഫോർ വർക്ക്, ആ വർക്കിനോടുള്ള ഇഷ്ടം, അത് കാരണം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. സോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്കൂളിലെ കുട്ടികളിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി പറഞ്ഞു നോർമലൈസേഷന്റെ കാര്യം പറഞ്ഞു. ഈ ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് പെർഫെക്റ്റ്. ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വരുമ്പോൾ ഓരോ കോൺസെൻട്രേഷന്റെ ഓരോ ലെവലാണ് കേട്ടോ. ചില കുട്ടികൾ അറിയേയില്ല, ചില കുട്ടികൾ ആ ശബ്ദം കേൾക്കുന്നിടത്തേക്കൊന്ന് ശ്രദ്ധിക്കും, ബട്ട് ബാക്ക് ടു ദെയർ വർക്ക്, അവർ വീണ്ടും അവരുടെ വർക്കിലേക്ക് തിരിച്ചു വരും, അവരത് കണ്ടിന്യൂ ചെയ്യും. ചില കുട്ടികൾ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അത് കോൺസെൻട്രേഷൻ നമ്മൾ ഓരോ ലെവലായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ ലെവല് ചെയ്യുവാണെങ്കിൽ ഓരോ ലെവലാണ്. ചില കുട്ടികൾ അത് കേട്ട ശബ്ദത്തേക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ചെയ്തിരുന്ന കാര്യം ഇട്ടിട്ടു. അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ താഴെയാണ്. താഴെ വരുന്നു, മോഡറേറ്റ് വരുന്നു, പീക്കിൽ വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്.
Okay, so concentration starts after 2.5, 3 years എന്നാണ് പറയുന്നത്. ലവ് ഓഫ് വർക്ക്, ലവ് ഓഫ് റിപ്പിറ്റേഷൻ, ഇതൊക്കെയാണ് ഒരു വർക്ക്. അതിനകത്തൊരു നോബ്ഡ് സിലിണ്ടറിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് വരുമ്പോൾ മൊഡ്യൂൾ 3 ആകുമ്പോൾ നമുക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യും. നോബ്ഡ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നോബ്, കണ്ടോ? ഇതിപ്പം ഇത് 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പ് പലതാണ്. ഇതിനകത്ത് ഇതിന്റെ ഡയമെൻഷൻസിൽ ചേഞ്ചസ് വരുന്നത് ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും. 2 സിലിണ്ടേഴ്സ് എടുത്ത് കാണിക്കാം. താഴെ പോകാൻ പാടില്ല, അതായത് ഞാൻ സൂക്ഷിച്ചു വെക്കും. രണ്ടിന്റെയും ഡയമീറ്റർ, ആ ബേസിന്റെ ഏരിയ ഡിഫറെന്റ് അല്ലേ, പക്ഷെ ഹൈറ്റ് സെയിം. ഇത് ഒരു ടൈപ്പാണ്. ഹൈറ്റ് സെയിം ആയിരിക്കും, പക്ഷെ ഇതിന്റെ വിഡ്ത്ത് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ മോണ്ടിസോറി മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇത് നല്ല വുഡൻ പീസസിൽ ഉണ്ടാക്കിയതാണേ. ചെറിയ ബേസ് ഉള്ളത്, ഫാനും കറങ്ങല്ലേ. ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ, അത് താഴെ വീഴുന്നോണ്ടാണ് ഞാൻ കൈ പിടിച്ചേക്കുന്നത്. 5 എണ്ണം ഉണ്ട്, അങ്ങനെ 10 എണ്ണം ഉള്ളതും ഉണ്ട്. 4 ടൈപ്പാണ്. ഇതിലിപ്പോ ഹൈറ്റ് സെയിം, വിഡ്ത്ത് ചേഞ്ചസ്. ചിലതിൽ വിഡ്ത്ത് സെയിം, ഹൈറ്റ് ചേഞ്ചസ്. ചിലതിൽ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നു. രണ്ടും പ്രൊപ്പോർഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനും ഉണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷനും ഉണ്ട്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ആ ഒരു രീതിയിൽ. ഇതിപ്പോ ഹൈറ്റ് എല്ലാം സെയിം ആണ്. ഞാനൊന്ന് താഴേക്ക് വെക്കുവാണേ. ശരിക്കും മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കണ്ടോ, ഈ സിലിണ്ടേഴ്സ് പ്ലേസ് ചെയ്യുന്ന പിറ്റുകളാണ്, ഹോള് പോലെ. ഹൈറ്റ് സെയിം ആയതുകൊണ്ട് ഇതിന്റെ ഡെപ്തും സെയിം ആയിരിക്കും അല്ലെ. ഹൈറ്റ് മാറുന്നതിനനുസരിച്ച് ഡെപ്ത് മാറണം, കാരണം ഒരേ ലെവലിൽ ഇരിക്കണം. കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ അതാണ്. ഒരു കുട്ടി ഈ ഒരു സിലിണ്ടർ രണ്ടാമത്തെ ഇനത്തേക്ക് ഫിക്സ് ചെയ്യാൻ നോക്കി, അപ്പൊ അത് പോകുന്നില്ല. അപ്പൊ കുട്ടി അടുത്തയിലേക്ക് ട്രൈ ചെയ്യും, ഇതില് വീണു. പിന്നെ ഇതെടുത്തിട്ട് 3ാമത്തേല് വെച്ചു എന്ന് വിചാരിച്ചു, ബാക്കിയുള്ളതൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരെണ്ണം ഒരു ഹോളിലും കേറുന്നില്ല. നെക്സ്റ്റ് ഇത് വന്നു, ഇത് വെച്ചു, അപ്പൊ ഒരെണ്ണം ലെഫ്റ്റ് ഔട്ടാ, അതിന് കയറാൻ പറ്റുന്നില്ല. കുട്ടി എന്താ ചെയ്യാ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെച്ച് അത് കറക്റ്റ് ആവും. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ഒബ്സർവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റിപ്പീറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് കുട്ടി കറക്റ്റ് ആയിട്ട് വെച്ചതെന്നുള്ളതാണ് ഫെസിലിറ്റേറ്റർ നോട്ട് ചെയ്യേണ്ടത്. കാരണം കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അപ്പൊ സ്വന്തം എറർ, അത് കൺട്രോൾ ഓഫ് എറർ അവൻ പഠിക്കും. മാറ്റി 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 ചെയ്ത് ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ആ എറർ ഇങ്ങനെ മാറ്റി മാറ്റി കറക്റ്റ് ആക്കി വെക്കും. അങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. നമുക്കത് പ്രാക്ടിക്കൽ സെഷനിൽ നമുക്കത് സാധനം കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇത് നല്ല വുഡൻ ആണ്, വളരെ ഫിനിഷിംഗ് ആയിരിക്കും, ക്വാളിറ്റി ഒക്കെ വളരെ കൂടുതലാണ്, അതിനനുസരിച്ച് കോസ്റ്റും ഉണ്ട്. ഇതിപ്പോ ഒരു ഇതിനകത്ത് 5 എണ്ണമാണ്, അതുപോലെ 10 എണ്ണത്തിന്റെ ഉണ്ട്. ഓക്കെ, ഈ നോബ്ഡ് സിലിണ്ടർ അപ്പൊ നമുക്കത് ഞാനൊക്കെ പണ്ട് നഴ്സറി പഠിക്കുമ്പോഴും ഞങ്ങളുടെ നഴ്സറികളിൽ മീൻസ് ഒരു എത്ര വർഷം മുമ്പാ, 40 years ബാക്ക് ആട്ടോ, 42
42 ഇയേഴ്സ് ബാക്ക്. ആ സമയത്ത് നമ്മളുടെ നഴ്സറികളിൽ വുഡൻ ടോയ്സ് ആയിരുന്നു കൂടുതൽ. ഈ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ മിക്ക ടോയ്സും മേ ബി മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ഉണ്ടായിരിക്കാം. മിക്കതും വുഡൻ പീസസിന്റെ പലതരം ഷേപ്പുകളായിരുന്നു. നമ്മള് അന്ന് ബിൽഡിംഗ് ബ്ലോക്സ് ഒന്നും ഇല്ലല്ലോ ഈ പ്ലാസ്റ്റിക് പോലത്തെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് കളിച്ചിരുന്നത്. മേ ബി ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം ഈ ഒരു മെത്തേഡിന്റെ. പിന്നെ അന്ന് എല്ലാം നാച്ചുറൽ സാധനങ്ങൾ കൊണ്ടാണല്ലോ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മറിയ മോണ്ടിസോറി എല്ലാ മെറ്റീരിയൽസും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിരുന്നു. അത് വുഡൻ ആയിരുന്നു, ഗ്ലാസ് കൊണ്ടുള്ളതുണ്ട്, പിന്നെ ഫാബ്രിക് തുണിയില്ലേ, ക്ലോത്ത്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ്, അതായത് കോട്ടൺ, സിൽക്ക്, അങ്ങനെയുള്ള സിന്തറ്റിക് യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ കുട്ടികൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കെയർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ ബ്രോക്കൺ പൊട്ടിപ്പോവാലോ. അപ്പൊ അതുകൊണ്ട് ചെറിയ ഏജില് അവരെങ്ങനെ സാധനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ലേണിങ്ങും കൂടെ അവരിൽ നടത്തും. ഒന്നും നശിപ്പിക്കുന്ന രീതിയിൽ ഗ്ലാസിന്റെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഡേഞ്ചർ അത് സാധ്യത കൂടുതലല്ലേ? അതെ, പക്ഷെ എന്നാലും ഈ പറയുന്ന നമ്മള് വീട്ടിലെ കുട്ടികളിൽ അങ്ങനെയാണല്ലോ, ഗ്ലാസിന്റെ എടുത്തു കഴിഞ്ഞാൽ അവർ പൊട്ടും, അവരുടെ കാലി വീഴും, കൈ കൊള്ളും, അങ്ങനെയുള്ള രീതിയിൽ. പക്ഷെ ഇവരെ ആ ചെറിയ ഏജിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ എങ്ങനെ അത് ഹോൾഡ് ചെയ്യണം അതൊക്കെ അവർക്കറിയാം. പിന്നെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് വച്ചിരിക്കുന്നതെല്ലാം ഇവര് ഹാൻഡിൽ ചെയ്യുന്ന ഏരിയയിലായിരിക്കും. ഇപ്പൊ ഈ ഒരു ടേബിള് ചിൽഡ്രൻ സൈസ് ആണെന്ന് വിചാരിക്കാം ഞാൻ ഇരിക്കുന്നത്, അതിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും അവരിരുന്ന് ആക്ടിവിറ്റി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ എന്ത് മെറ്റീരിയലും വെക്കുന്നത് മാറ്റിന് മുകളിലായിരിക്കും. ഒരു താഴെ ഇരുന്ന് മാറ്റ് അൺഫോൾഡ് ചെയ്ത് അതിന്റെ മുകളിലായിരിക്കും വെക്കുക. അപ്പൊ ചാൻസസ് വളരെ ലെസ് ആണ്. ദൂരെ നിന്ന് എടുത്ത് കുറെ ദൂരം ഇവർ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരിക. അപ്പൊ ഓരോ ഏരിയ, ഇപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മളുടെ കിച്ചൺ റിലേറ്റഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചണിലാണല്ലോ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വാട്ടർ പോറിങ്, പിന്നെ കണ്ടെയ്നറിലേക്ക് പല പല സാധനങ്ങൾ, പൾസസ്, പരിപ്പ്, പയർ, അങ്ങനത്തെ എല്ലാം ഫില്ല് ചെയ്യുക, അതൊക്കെയാണ് അതൊക്കെയാണ് യെസ്. ഇപ്പൊ ഇത് തുടങ്ങിയോണ്ട് 2-3 ക്ലാസ് മിസ്സായിട്ടുണ്ട്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നോ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ? അത് മോഡ്യൂൾ 3-യിലാണ്. നമ്മളിപ്പോ മോഡ്യൂൾ 1-ലല്ലേ? 3-ൽ ഉണ്ടല്ലേ അങ്ങനെ? കാരണം ഞാൻ അതിന് വെയിറ്റിംഗ് ആണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞല്ല, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവൾക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. KG2 ആയി. അവൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അവൾക്ക് ഒന്നും മെമ്മറി നിൽക്കത്തില്ല. ഇപ്പം നമ്മള് KG2-ൽ എല്ലാം പഠിപ്പിക്കുന്നത് 2 എഴുതി വന്ന ഒരു 2 months ആയിട്ട് ഞാൻ 2 തന്നെ എഴുതി പഠിപ്പിക്കുന്നത്. ഇപ്പോഴും 2 കണ്ട 12 എന്നേ പറയുള്ളൂ വെച്ച്. അങ്ങനെ. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? അതിനെന്ത് മെറ്റീരിയൽസ് ഇട്ടിട്ട് തുടങ്ങണം? അപ്പൊ മോഡ്യൂൾ 3-ലാണല്ലേ അത് വരുന്നത്? മോഡ്യൂൾ 3-ലാണ് വരുന്നത്. പക്ഷെ അതിന് മുമ്പേ നമ്മളെ കൊണ്ട് ലെസ് കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങും. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതൊക്കെ ആ കുഞ്ഞിന് കൊടുക്കാം അല്ലേ? ഇങ്ങനെ അത് കൊടുക്കാം. അത് കാരണം കുട്ടിക്ക് മെമ്മറിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും ഒരു സെൻസ് വീക്ക് ആയിരിക്കും. അപ്പം അതിന്റെ പീക്കിൽ നിൽക്കുന്ന, നല്ലതായിട്ട് നിൽക്കുന്ന, കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സെൻസസ് ഏതാന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ കൊടുക്കുക. അത് ചിലപ്പോൾ വിഷ്വൽ ആകാം, കേട്ടിട്ടാകാം, ടച്ച് ചെയ്തിട്ടാകാം. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുമല്ലേ ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ എങ്ങനെയാണ് പഠിക്കും. അത് പിന്നെ മനസ്സിലാക്കണ്ടേ? ഡിസോർഡർ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു അതിനനുസരിച്ചുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അവര് നോർമൽ സ്കൂളിലാ വിടുന്നത്. ആ. പക്ഷെ അങ്ങനെ ഡിസോർഡർ ആയിട്ട് പക്ഷെ അവള് സംസാരിക്കില്ല എന്ന് തോന്നി. ഇപ്പൊ സംസാരിച്ചു തുടങ്ങും. പക്ഷെ ഒട്ടും മെമ്മറി നിൽക്കുന്നില്ല, ഒട്ടും തീരെ. എന്നാ ചില കാര്യങ്ങള് കുഞ്ഞിനറിയാം, ചില കാര്യങ്ങൾ കുഞ്ഞിന് വളരെ നന്നായിട്ട് അറിയാം, ചില കാര്യങ്ങൾ ഓർമ്മയില്ല. ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഒന്നും ഓർമ്മയില്ല. LKG അല്ലേ? KG2 ആണ്, UKG ആണ്. KG2 എന്ന് പറയുമ്പോ ഒരു 5 years ആയോ? 5 കഴിഞ്ഞു, 6. KG1-ലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കുട്ടി ഇപ്പൊ KG2 ആയപ്പോഴേ എന്തെങ്കിലും പറയാൻ തുടങ്ങില്ല. അതൊന്നും ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല. പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവൂല.
ഒന്നും പ്രൊനൗൺസ് ചെയ്യണ കറക്റ്റ് അല്ല. ABCD പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഞാനിപ്പോ എഴുതിപ്പിച്ച് കുറച്ചൊക്കെ കിട്ടി തുടങ്ങി. പക്ഷെ നമ്പേഴ്സ് ഒട്ടും മെമ്മറി നിൽക്കുന്നില്ല. പിന്നെ മിക്കതും മിറർ ഇമേജ് എഴുതി വെക്കുന്നത്. ഫുള്ള് മിറർ ഇമേജ്. അപ്പൊ മൂവിങ് നമ്പേഴ്സ് കൊടുത്തു നോക്കൂ. എഴുതിക്കുന്നതിനേക്കാളും ഈ സാൻഡ് പേപ്പർ നമ്പേഴ്സ് ഒന്ന് കൊടുത്തു നോക്കൂ. എന്നിട്ട് ഓക്കെ അത് ഓക്കെ. വെച്ച് അങ്ങനെ അതിൽ വരച്ച് കുറച്ചാവട്ടെ. നമ്മുടെ പ്രാക്ടിക്കൽസ് മൊഡ്യൂൾ 3-ലാണ് കേട്ടോ. ഞാനിപ്പോ കയ്യിൽ ആ മെറ്റീരിയൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ നോബ്ഡ് സിലിണ്ടർ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, സോ അത് മൊഡ്യൂൾ 3 വരുമ്പോഴാണ് ലാസ്റ്റ് റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡ് എഴുതാൻ തുടങ്ങുന്നത്. അപ്പം ഐ വിൽ പുട്ട് എ മെസ്സേജ് ഇൻ ദ ക്ലാസ് റൂം. ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ചിലപ്പോ ചിലർക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ മാം ഇത് കാണിച്ചല്ലോ, അത് ഭയങ്കര കോസ്റ്റ് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചിട്ട് കുഞ്ഞിനെ കൊണ്ടൊന്ന് ഇങ്ങനെ കോൺസെൻട്രേഷൻ ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ആദ്യം ഇത് ബേസിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തോന്നുന്നു. ആ കുഞ്ഞിന് അവർ ചേർത്തിയേക്കണ സ്കൂളും അത്ര നല്ലതല്ല. അവരിങ്ങനെ എന്തോ ഒരു ഓർഡർ ഇല്ലാതൊക്കെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെയോ പഠിപ്പിക്കുക. ശരി, ജസ്റ്റ് ഒന്ന് ആമസോണിൽ നിന്നാണ് കൂടുതലും വാങ്ങിച്ചത്. കുറച്ച് നല്ലതായിട്ട് തോന്നിയത് അതായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിയതാണേ നമ്മുടെ. അപ്പൊ അതൊന്ന് നോക്കുക. റേറ്റ് ഒക്കെ കുഴപ്പമില്ലെങ്കിൽ യു ക്യാൻ ബൈ. പിന്നെ ഇപ്പൊ കുറെ അപ്ഡേഷൻസ് ഒക്കെ വന്നത് കഴിഞ്ഞപ്പോഴേക്കും ഈ നഴ്സറികളും KGക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൂടിയ സമയത്ത് പുതിയ പുതിയ ടോയ്സ്, കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ അത്ര കോസ്റ്റ്ലി അല്ലാത്ത ടോയ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് പല കമ്പനികളും. അങ്ങനെ ഒന്ന് നോക്കും. അങ്ങനെ പ്രീ സ്കൂൾ മെറ്റീരിയൽസിനോ KG മെറ്റീരിയൽസോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1000-നുള്ളിലൊക്കെ ആവുന്ന രീതിയിൽ. ഇതിന് എനിക്ക് തോന്നുന്നു 2000 എന്തോ ആയെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. എന്തായാലും കോസ്റ്റ്ലി ആണ്, കാരണം നല്ല ഫൈൻ വുഡ് പീസ് ആണ്. അപ്പൊ പിന്നെ വുഡിന്റെ അറിയാലോ, അത് ഇത്രയും ഫൈൻ ആക്കി ഷേപ്പിലാക്കി ഒക്കെ എടുക്കുമ്പോഴേക്കും തന്നെ 2000 സംതിങ് ആയിട്ടാണ് എന്റെ ഒരു ഓർമ്മ. പലതും ചിലതൊക്കെ 10,000. പിങ്ക് ടവർ ഒക്കെ ഉണ്ട്, അതൊക്കെ ഓൾമോസ്റ്റ് ഒരു 6,000 സംതിങ്. ബ്രൗൺ സ്റ്റേഴ്സും ഒരു 8,000 സംതിങ് ഒക്കെ ആ ഒരു റേറ്റിന് നല്ല കോസ്റ്റ്ലി ആണ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റില് ആ കുട്ടി റിപ്പീറ്റ് ചെയ്യായിരുന്നു. അത് അതിന്റെ ഇഷ്ടം, ലവ് ഓഫ് വർക്ക്, ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ് അവിടെ വന്നത്. അപ്പൊ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആയിരുന്നു ഓരോ കാര്യങ്ങളിലും. നേരത്തെ ഞാൻ കാൻഡിഡയുടെ കാര്യം പറഞ്ഞില്ലേ, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് പോയി ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നു. ദെയർ ഫ്രീഡം ഓഫ് ചോയ്സ്. അത് ഹാപ്പൻഡ് അൺഎക്സ്പെക്ടഡ്ലി. നിങ്ങളുടെ PDF-ലും അതിന്റെ ഒരു കഥ പോലെ പറയുന്നുണ്ട്. ഓക്കെ, so next, love of repetition. Who will read? ആരാ വായിക്കാം? രണ്ടുപേരുണ്ട്. സെക്കൻഡ് വൺ ലവ് ഓഫ് ഓർഡർ, അടുത്ത ആൾ. അങ്ങനെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു. Love of repetition. The second revelation made work was the need to repeat the same thing again and again. It is through repetition that real development occurs afterwards. In The Secret of Childhood, Maria Montessori wrote about how she taught the children to wash their hands and observed that the children would go on to wash even after they were cleaned. സോ റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ നിന്നും മറിയ മോണ്ടിസോറി ആ ഒരു ഒബ്സർവേഷൻ എന്ന് മനസ്സിലായതാണ്. തന്നെത്താനെ ചില കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം വരും. സോ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അവരുടെ ബുക്കിന്റെ പേരാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് കുട്ടികളെ കൈ കഴുകാനായിട്ട്. ഹൈജീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. പേഴ്സണൽ ഹൈജീൻ, ഡൊമസ്റ്റിക് ഹൈജീൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അത് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് കൈ വാഷ് ചെയ്യാനായിട്ട് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത് നമ്മൾ കാണാറില്ലേ, ചില കുട്ടികൾക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ്. അവർക്ക് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് അത് ബ്രഷ് അങ്ങനെ വായിലിടാനും അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ അങ്ങനെ. അപ്പം ചില അമ്മമാരൊക്കെ ചെയ്യുന്ന കാണിക്കാം, ചില കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ അത് ഇൻട്രസ്റ്റ് ആക്കിക്കുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളെ ഇങ്ങനെ ഉരുട്ടിയൊക്കെ വെച്ചിട്ട് കാക്ക കൊണ്ടുപോയിന്നോ എലി കൊണ്ടുപോയിന്നോ പൂച്ച കൊണ്ടുപോയിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കില്ലേ. സോ ആ രീതിയിൽ ഹൈജീൻ അവരൊക്കെ അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൈ കഴുകാനായിട്ട് പഠിപ്പിച്ചു. ഇപ്പൊ മോണ്ടിസോറിയുടെ രീതിയിലായിരിക്കും പഠിപ്പിച്ചത്. അപ്പൊ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല്
കുട്ടികൾ കൈ കഴുകണം. അപ്പൊ വെള്ളത്തിൽ കളിക്കുക നല്ല കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈവൻ ദോ അവരുടെ ഹാൻഡ് എല്ലാം ക്ലീൻഡ് ആണെങ്കിലും വീണ്ടും അത് ചെയ്യാനായിട്ട് അവരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഇപ്പൊ ഒരു ഇൻസിഡന്റ് ആണ്. അതുപോലെ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ലവ് ഓഫ് റെപ്പിറ്റേഷൻ ആൻഡ് ലവ് ഓഫ് ഓർഡർ. യെസ്, നെക്സ്റ്റ് വൺ ലവ് ഓഫ് ഓർഡർ. ആരോ ഇടയ്ക്ക് വായിക്കാന്ന് പറഞ്ഞോളൂ, വായിച്ചോളൂ. വായിക്കട്ടെ മിസ്. Love of order. This characteristic of children was detected by chance. In early Montessori class, the teacher dispensed the material at the beginning and collected it back at the end of the class. However, Maria Montessori informed that children were following the teacher and observing her placing the materials back on the shelves. The event made her understand that the children needed to place the materials back on their own. These observations become one of the many pillars of the prepared environment. യെസ്, നെക്സ്റ്റ് ലവ് ഓഫ് ഓർഡർ. കുട്ടികളെ പലപ്പോഴും റോൾ മോഡൽ ആയിട്ട് കാണുന്നത് അവരുടെ എൽഡേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ആയിരിക്കും, പാരന്റ്സ് അവരെയൊക്കെ റോൾ മോഡൽ ആയിട്ട് കാണും. ഇവര് ക്ലാസ് റൂമിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറാണ് ബിഗിനിങ്ങില് മെറ്റീരിയൽസ് ഇവർക്ക് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ ക്ലാസ്സിന്റെ ടൈം കഴിയുമ്പോഴേക്കും ടീച്ചർ തന്നെ അത് കളക്ട് ചെയ്ത് അത് ഷെൽഫിൽ വെക്കും. ടീച്ചർ എന്ന് പറയുന്നേക്കാളും ഫെസിലിറ്റേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഫെസിലിറ്റേറ്റർ തന്നെ അത് കളക്ട് ചെയ്ത് ബാക്കിൽ വെക്കും. അപ്പൊ ദിവസവും ഇത് കുട്ടികൾ കാണുകയാണല്ലോ, അപ്പൊ അവരും ഇത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ടീച്ചറെ ഫോളോ ചെയ്യും. അപ്പൊ ടീച്ചർ ഇത് പിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോഴേക്കും കുട്ടികളും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ കുട്ടികൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അവരും അത് തന്നെ കോപ്പിക്കാറ്റ് പോലെ അവര് അത് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മളുടെ വീട്ടില് ചിലപ്പോ ചില സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും വെക്കും, കുറച്ച് കഴിയുമ്പോൾ ഞാനത് മറന്നു പോകും. അപ്പൊ മോൻ വന്നിട്ട് അവിടെ നിന്ന് അത് എടുത്തു തരും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊരെണ്ണം എടുത്തിട്ട് എവിടെയാണ് തിരിച്ചു വെക്കുന്നത്, പെട്ടെന്ന് ഞാൻ എവിടെയാ വെച്ചെന്ന് പെട്ടെന്ന് ഓർക്കാതെ വരുമ്പോഴേക്കും കുട്ടി അത് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ കൊണ്ടുതരും. അപ്പൊ അവരത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ ടീച്ചർ ചെയ്യുന്നത് കുട്ടികൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലേസിങ് ദ മെറ്റീരിയൽസ് ബാക്ക് ഓൺ ദ ഷെൽഫ്. ഇങ്ങനെയായപ്പം കുട്ടികളെ കൊണ്ട് തന്നെ അത് തിരിച്ചു വെപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കി. പിന്നെ ടീച്ചറല്ല, കുട്ടികൾ തന്നെ ഷെൽഫിൽ നിന്ന് എടുക്കുന്നു, എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ അവര് ചെയ്യുന്നു. അതൊരു ചെറിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കൂടെ അതിന്റെ കൂടെ ഉണ്ട്. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ലൈക്ക് ദിസ്, വി ഹാവ് ടു ടേക്ക് ഇറ്റ് ജെന്റ്ലി ആൻഡ് വി ഹാവ് ടു ഡു ദ ആക്ടിവിറ്റി സോഫ്റ്റ്ലി. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മെറ്റീരിയൽസ് നല്ല രീതിയിൽ തന്നെ അവർ കെയർ ചെയ്യും. അവർ ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂളിലേക്ക് വരുമ്പോൾ മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടറസ്, നമ്മൾ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഡയറക്ടറസ് ആ രീതിയിൽ തന്നെയാണ് കുട്ടിയെയും പാരന്റ്സിനെയും സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും സ്കൂളിലെ പ്രിമൈസസ് എൻവയോൺമെന്റ് എല്ലാം അവരെ കാണിച്ചു കൊടുക്കുന്നത്. വി ഹാവ് ടു മൂവ് ജെന്റ്ലി, വി ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് തന്നെ കുട്ടിയുടെ ഉള്ളിലേക്ക് അത് കയറും. ഞാനപ്പൊ ഇങ്ങനെ ഇവിടെ നടക്കണം, ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ആദ്യം തന്നെ ആവും. ആ ഒരു ബഹളം വെക്കലോ അങ്ങനെയുള്ള അതൊക്കെ അവരിൽ മാറും. നെക്സ്റ്റ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഇതും ഞാൻ പറഞ്ഞ ആ ഒരു കഥ തന്നെയാണ്. മറ്റേ കാൻഡിഡ എന്നുള്ള ഫെസിലിറ്റേറ്റർ കുട്ടികളോട് ഒരു ലേറ്റ് ആയ ദിവസം സംഭവിച്ച കാര്യം തന്നെയാണ്. ആദ്യം എയർലിയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കുട്ടികൾക്ക് ടീച്ചർ തന്നെ എടുത്തു കൊടുക്കുന്നു, ടീച്ചർ തന്നെ തിരിച്ചു വെക്കുന്നു. അപ്പം മറിയ മോണ്ടിസോറി വിചാരിച്ചു അത് വേണ്ട, കുട്ടികൾ തന്നെ അതൊരു ഓർഡറിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ തീരുമാനിച്ചു. ഫ്രീഡം ഓഫ് ചോയ്സ്, കുട്ടികൾ എന്തെടുക്കണം എന്നുള്ള ആ ചോയ്സ് കുട്ടികൾക്ക് കിട്ടിയത് ഒരു അൺഎക്സ്പെക്ടഡ്ലി ആയിട്ടാണ്. അത് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റോറിയാണ് കാൻഡിഡ എന്നുള്ള ഫെസിലിറ്റേറ്ററിന്റെ ലേറ്റ് കമ്മിങ് ആണ് അതിന് കാരണമാക്കിയത്. ആര് വായിക്കും? ഞാൻ വായിക്കാം. Freedom of choice. Again, this discovery happened so unexpectedly. The teacher of the school had forgotten to lock the shelves before going home. Arriving late the next morning, she found that the children had already started to work on the materials. The teacher was upset. Montessori, however, saw deeper motives of these children. They were in a position to be able to select materials in preference to others. This event becomes a milestone in the Montessori method. Free choice of activity. It is interesting
to note that it was the discovery which came first and the method followed after. യെസ്, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. കാനഡ എന്ന് പറഞ്ഞ ആ ഒരു ഫെസിലിറ്റേറ്റിന്റെ കാര്യമായിരുന്നു അത്. അപ്പൊ അത് ഇപ്പോഴേക്കും മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പൊ ഫ്രീഡം ഓഫ് ചോയ്സ്, നമ്മളായിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയല്ല, കുട്ടികളായിട്ട് സെലക്ട് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു മെത്തേഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു. ഇത് ഡിസ്കവറി ആയിരുന്നു. ഇത് ആദ്യം വന്നു, അതിനുശേഷം അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഫണ്ടമെന്റൽ ഭാഗമായിട്ട് പാർട്ടായിട്ട് മാറുമായിരുന്നു. അല്ലാതെ മറിയ മോണ്ടിസോറി പല പ്രീ ഡിറ്റർമിൻ കാര്യങ്ങളും ഈ മെത്തേഡിന് വേണ്ടി ചെയ്തു വെച്ചിരുന്നു. അതിലുണ്ടായിരുന്നതല്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ കൂട്ടിച്ചേർത്ത് മെത്തേഡ് ഇപ്പോഴുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ലവ് ഓഫ് വർക്ക്. കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ളത് ഏത്? നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിൽ പല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും അതൊന്നും തിരിഞ്ഞു നോക്കില്ല. ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടം കളിക്കാൻ. അത് തന്നെയാണ് ഇവിടെ ലവ് ഓഫ് വർക്ക്. വായിച്ചു, ആരാ വായിക്കാം? മാം, ഞാൻ വായിക്കാം. മാം, യെസ് പ്ലീസ്. ലവ് ഓഫ് വർക്ക്. ഡോക്ടർ മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻ preferred work to play. Revelation came about when Dr. Montessori placed the expensive toys, which were given by her friends, in a room with the children. To her surprise, the children did not select any of the toys. The preferred to work in the materials. With Yes. the materials. സർപ്രൈസിങ്, അമേസിങ്, ആ ഒരു മീനിങ് ആണ് അസ്റ്റോണിഷിംഗ് എന്ന് പറയുന്നത്. മോണ്ടിസോറിക്ക് മനസ്സിലായി അവർ ഒരു വർക്ക് ടു പ്ലേ, അവരുടെ വർക്ക് എന്ന് പറയുന്നത് ആ പ്ലേ ആണ് വിത്ത് ദ മെറ്റീരിയൽസ്. അതിലൂടെ അവർ ലേൺ ചെയ്യുന്നു, അതാണ് ശരിക്കും. ഇത് ഒരു സർപ്രൈസിങ് റിവലേഷൻ, ഒരു ഉൾക്കാഴ്ച എന്നോ പറയുന്ന പോലെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള അസ്റ്റോണിഷിംഗ് മോണ്ടിസോറിക്ക് വന്നതെന്താന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ടോയ്സ്. മോണ്ടിസോറി ഇങ്ങനെ സ്കൂള് നടത്താന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു ഫ്രണ്ട് കുറേ ടോയ്സ് മോണ്ടിസോറിക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് ഗിഫ്റ്റ് ചെയ്തു. അപ്പൊ അത് കുട്ടികളുടെ റൂമിൽ വെച്ചു. പക്ഷെ കുട്ടികൾ അതൊന്നും അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. അവര് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് വെച്ച് തന്നെ കളിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനാണ് അവർ കൂടുതൽ താല്പര്യം കാണിച്ചത്. സെയിം ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീടുകളിലും ഇത് തന്നെ സംഭവിക്കാം. ഭയങ്കര അവരുടെ ബർത്ത്ഡേക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ അവർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അതൊന്നും അവർ ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. ഏതെങ്കിലും കുപ്പിയുടെ അടപ്പും ഒരു സ്പൂൺ, ഒരു ഗ്ലാസ് ഒക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ച് അവരുടെ ടോയ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോണ്ടിസോറിയില് റിവാർഡ്സും പണിഷ്മെന്റും ഒന്നുമില്ല, ഗ്രേഡിംഗ് സിസ്റ്റം ഇല്ല. ഇപ്പം നമുക്ക് അങ്ങനെ പാരന്റ്സിന്റെ അടുത്ത് നമുക്കൊരു പ്രോഗ്രസ് കാണിക്കണമെങ്കിൽ ഒരു ഗ്രേഡിങ് അല്ലെങ്കിൽ സ്റ്റാർ അങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഒരു മിക്സ്ഡ് വേർഷൻ ഓഫ് മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും കൂടെ ചേർത്തിട്ടാണ് പലപ്പോഴും സ്കൂളുകളിൽ അതേ വർക്കൗട്ട് ആവുള്ളൂ സ്കൂളുകളിൽ നടക്കുന്നത്. എന്നാലും KGയിൽ മോസ്റ്റ്ലി മോണ്ടിസോറി മെത്തേഡ് തന്നെ മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, അതും ഒരു ഇൻസിഡന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ആരാ റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം. No need for reward and punishment. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed the boy taking off his medal. This struck Montessori, realizing that children showed no need for reward and punishment, which intervened with the child's choice of activity. മോണ്ടിസോറിയുടെ ചില മെത്തേഡ്സ് എല്ലാരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും, നമുക്കും ഒരു അഭിപ്രായം ഉണ്ടാവുമായിരിക്കും അല്ലെ, കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അപ്രൈസ് ചെയ്യണം അല്ലെ. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വെൻ യു അപ്രൈസ് വൺ ചൈൽഡ് ഇറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ്. ഒരു കുട്ടിയെ നമ്മൾ അപ്രൈസ് ചെയ്യുമ്പോൾ വേറൊരു കുട്ടിയെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആകരുത് ആ ഒരു അപ്രൈസ്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി.
നമ്മളൊരു അപ്രൈസൽ ചെയ്യുന്നത് കൊണ്ടോ ഒരു റിവാർഡ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മോൻ 8ാം ക്ലാസ്സിലാണ്. മോന്റെ ക്ലാസ്സിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ടീച്ചർ എല്ലാവർക്കും ഒരേപോലത്തെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ അത്ര പ്രായമുള്ള കുട്ടികളാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. ഒരു പൗച്ചിനകത്ത് ഈ എന്താ പറയാ, എനിക്ക് ആ പെണ്ണിന്റെ പേര് അറിയില്ല, ഇങ്ങനെ ലൈറ്റും ഉണ്ട് ആ പെണ്ണില്. അപ്പൊ മാത്രമേ വിസിബിൾ ആവുള്ളൂ എഴുതിയത്, അങ്ങനെ ആ രീതിയിൽ. അപ്പൊ അവൻ വന്ന് എന്റെ കയ്യിൽ എഴുതിയിട്ട് ലൈറ്റ് ഇങ്ങനെ അടിച്ചപ്പോഴും കാണിച്ചു. അപ്പൊ അതെല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടി. ഇപ്പം 25 കുട്ടികൾ ഉണ്ടായിരുന്നു, 25 പേർക്കും ഒരുപോലെ കിട്ടിയപ്പോ സോ ഓൾ വിൽ ബി ഹാപ്പി. ബട്ട് നമ്മൾ ഒരു കുട്ടിയെ പ്രത്യേകമായിട്ട് ഇങ്ങനെ പ്രൈസിൽ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹർട്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. ആ ഒരു കുട്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തു, മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആകണം, അതൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു തിങ്കിങ് എന്നുള്ള ഏജ് അല്ലല്ലോ കുഞ്ഞു കുട്ടികള്. ശരി, വലിയ കുട്ടികളിൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരാള് ചെയ്ത കാര്യം ഇപ്പം അസംബ്ലിയിൽ ഇങ്ങനെ പറയുന്നു, അപ്പം ബാക്കിയുള്ളവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റണം, ഞാനും അതിനെ ട്രൈ ചെയ്യണം, ആ ഒരു തോട്ട് വരുന്ന ഏജ് അല്ല അവർക്കുള്ളത്. അതിനനുസരിച്ച് വേണം ആ റിവാർഡ്സ് അല്ലെങ്കിൽ പ്രൈസിലൊക്കെ പോവാൻ. പണിഷ്മെന്റ്, ദർ ഈസ് നോ ചാൻസ് ഓഫ് പണിഷ്മെന്റ്. അങ്ങനെ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കരുത്. പണ്ട് ഇങ്ങനെ എന്താ പറയാ, കുട്ടികളെ അടക്കിയിരുത്താനായിട്ട് ഷൗട്ട് ചെയ്ത് അവരുടെ പേര് വിളിക്കണം എന്ന്. ഷൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവർ വിറച്ച അവരുടെ ജീവൻ പോയിട്ടുണ്ടാവും. ഷൗട്ട് ചെയ്യുന്നത് അതൊന്നും ശരിയായ ഒരു സയന്റിഫിക് മെത്തേഡായിട്ട് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ റിവാർഡ്സ് ഒന്നും അവരിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ദാറ്റ്സ് അപ് ടു അസ്. നമ്മൾക്ക് എന്താണോ ആ ഒരു ടൈമില് ശരിയായി ഡീൽ ചെയ്യാൻ പറ്റുന്നത്, വി ക്യാൻ ഡു ദാറ്റ്. ഇപ്പൊ സ്റ്റാർ ഒരു കുട്ടിക്ക് കൊടുത്താൽ വി ഹാവ് ടു ഗീവ് സ്റ്റാർ അതേഴ്സ് ഫോർ എനി അതർ ആക്ടിവിറ്റി ഇൻ ദ സെയിം ടൈം എന്നുള്ള രീതിയിൽ തന്നെ ആ രീതിയിൽ ആക്കിയെടുക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ്. സ്റ്റാർ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടിക്ക്, നമ്മളും കുഞ്ഞിലെ നമുക്ക് ടിക്ക് കിട്ടുമ്പോഴേക്കും റെഡ് എങ്കിൽ ടിക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. സോ എവറിബഡി we have to make sure that every child got that should get that chance എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഉറപ്പുവരുത്തണം. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തൊക്കെയോ ഡൗട്ട്സ് ചോദിക്കാൻ വന്നല്ലോ. റൈറ്റ്സ് എനിക്ക് റെക്കോർഡിന്റെ ഒരു ചോദിച്ചു. നമ്മുടെ 3ാമത്തെ റെക്കോർഡിന്റെ ആണ്. അതില് നോവലും ഡ്രാമ സ്ക്രിപ്റ്റും മൈം സ്ക്രിപ്റ്റും അതെന്നാന്ന് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ഒന്ന് പറഞ്ഞു തരുമോ മാം? ഓക്കെ, നോവൽ എന്ന് പറയുമ്പം കുറച്ച് നമുക്ക് ഷോർട്ട് സ്റ്റോറി പോലെ അല്ലല്ലോ, കുറച്ചധികം ഉണ്ടാവണം നോവല്. അതൊരു ഏകദേശം ഒരു 2-3 പേജ് എഴുതിയാൽ മതിയോ? അങ്ങനെ ഓരോ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ കഥ നമ്മളൊന്ന് നമ്മുടെ രീതിയിലൊന്ന് നോവലാക്കി അങ്ങനെയൊക്കെ മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ അങ്ങനെ ചെയ്താൽ മതിയില്ലേ? മതി. ഓരോന്നിനും ഓരോ ഇൻസിഡന്റ് ആയിട്ട് അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നോവൽ എഴുതിയപ്പോ ഒരു 3 സിറ്റുവേഷൻ അതിൽ വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ 3 പിക്ചർ ഒട്ടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഡ്രാമ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സീൻ 1 എന്നൊക്കെ കുറഞ്ഞിട്ട് അതും ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് കാട്ടിലെ പണ്ടത്തെ നമ്മുടെ ബാലരമയില അല്ലെങ്കിൽ കളിക്കുടുക്കയിലുള്ള ഒരു കഥ എടുത്തിട്ട് ഒരു നാടകം പറയും പോലെയൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ആ സെയിം കഥ അങ്ങനെ തന്നെ എഴുതി വെക്കരുത്. നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കൂടെ വേണം. ലാസ്റ്റത്തെ എനിക്കൊന്നും മനസ്സിലായില്ല. മൈം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. ഡ്രാമ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ എഴുതിയൊരു ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്റെ ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാൻ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടും പാർക്കും ആയിരുന്നു എന്റെ സിറ്റുവേഷൻസ്. അപ്പൊ ഡ്രാമ എന്ന് പറയുമ്പോ കോൺവെർസേഷൻ അല്ലേ. കഥ എഴുതുന്ന പോലെ നമുക്ക് ഡ്രാമ എഴുതാൻ പറ്റില്ല. ഇപ്പൊ അച്ഛൻ അമ്മ കുട്ടി ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്നതായിട്ട് ഐ ഹാവ് ടു ഗോ ദെയർ. അപ്പൊ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ആ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നെ എഴുതണം. അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞല്ല നമ്മൾ എഴുതേണ്ടത്. ഫാദറിന് എഴുതിയിട്ട് ഫുൾ കോളൻ എഴുതിയിട്ട് നമ്മള് നീട്ടി അങ്ങനെ എന്താണോ അച്ഛൻ ആയിട്ട് പറയുന്നത് അത്. നെക്സ്റ്റ് കുട്ടിയാണെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നെ നമ്മൾ എഴുതണം. അതിനെ കൺവേർട്ട് ചെയ്യരുത്. അതാണ് ഡ്രാമയുടെ വ്യത്യാസം. അത് നമുക്ക് സീൻ 1 സീൻ 2 ഇപ്പൊ സീൻ വീട്ടിലാണെങ്കിൽ സീൻ 1, സീൻ 2 സ്കൂളിലാണെങ്കിൽ സീൻ 2 അവിടെ, പാർക്കിലാണെങ്കിൽ സീൻ 3 ആ ഒരു രീതിയിൽ നമുക്ക് ഡ്രാമ ചെയ്യാം. എനിക്ക് 4 സീനായിരുന്നു ഉണ്ടായിരുന്നത്. 2 സീൻ വീട്ടിലും 2 സീൻ പാർക്കിലും. ആ രീതിയിലായിരുന്നു. അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പാർക്കിൽ പോകുന്നതും അവിടെ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ രീതിയിലാണ് എന്റെ സിറ്റുവേഷൻ മാറിയത്. മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മൈം എന്താന്ന് അറിയാലോ, ഫുൾ ആക്ഷൻ ആണ് അല്ലെ.
പല്ല് കാണില്ല, ജസ്റ്റ് അവരുടെ കൈയും കാലും ഫേസ് തന്നെ ഫുൾ വൈറ്റ് അടിച്ച് വെച്ചിരിക്കുമായിരിക്കും അല്ലെ. ബ്ലാക്കും വൈറ്റും ആണ് മൈമിന്റെ തീം. ഡ്രസ് ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ ഫുൾ ബ്ലാക്കോ, പിന്നെ ഫേസിലും കയ്യിലൊക്കെ വൈറ്റ് ഗ്ലൗസ് ഒക്കെ അവർ യൂസ് ചെയ്യും, ഫേസിലും വൈറ്റ് അടിച്ചിട്ടുണ്ടാവും. ആകെ അവരുടെ കണ്ണും ആ ഫേഷ്യൽ എക്സ്പ്രഷനും ബോഡിയുടെ എക്സ്പ്രഷനും ഹാൻഡിന്റെ ഇതൊക്കെയാണ്, മൂവ്മെന്റ്സ് ഒക്കെയാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ആ മെസ്സേജ് കൺവേ ചെയ്യുന്ന അവരുടെ ടൂൾസ് അതൊക്കെയാണ്. ആ രീതിയിൽ നമ്മളൊരു സ്റ്റോറി എടുക്കണം. ഒരു മെസ്സേജ് ഇപ്പോ റോഡ് ആക്സിഡന്റിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്, റോഡിലൂടെ റൂൾസ് ഫോളോ ചെയ്യാതെ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്സിഡന്റ് പറ്റും. ആ രീതിയിൽ നിങ്ങൾക്കൊരു മൈം കാണിക്കാം. ഞാൻ എഴുതിയ മൈമിന്റെ കഥ ഞാൻ മറന്നു കേട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്മോക്കിംഗ് അതിന്റെ ദൂഷ്യഫലങ്ങൾ അങ്ങനെ ചെയ്തിട്ട് മൈം കാണിക്കാം. അങ്ങനെ ഒരു മെസ്സേജ് മൈമിലൂടെ വരണം. മൈമിന്റെ ഉദ്ദേശം അതാണല്ലോ, കാരണം നറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആക്ഷൻസിലൂടെ നമ്മളൊരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ റൈംസും എല്ലാ സ്റ്റോറിയും കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം. ഭയങ്കര ഹൈഫൈ അവർക്ക് മനസ്സിലാകാത്ത കഥ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഡൈജസ്റ്റ് ചെയ്യണം, അതിൽ നിന്നൊരു മെസ്സേജ് അവരിലേക്ക് പോകണം. നമുക്ക് കുട്ടികളെ അഡ്വൈസ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അത് ശരിയായ രീതിയല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, കഥകളിലൂടെ അവരിലേക്ക് മെസ്സേജ് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് വീഡിയോ കണ്ടതാണ്. ഇതായിരുന്നു, പരീക്ഷയാണ്, മോൻ എന്തിട്ടും പഠിക്കുന്നില്ല, ടീനേജ് മോനാണ്. അമ്മ പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ പഠിച്ചു സ്ഥിരം പല്ലവി നമ്മുടെ വീടുകളിലും കേൾക്കാം. അപ്പോ അച്ഛനോട് ചെന്ന് അമ്മ പരാതി പറയുക, നിങ്ങൾ പറയുക, ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല എന്ന്. അങ്ങനെ അച്ഛൻ ഇവനെ വിളിച്ചിട്ട് പഠിക്കാനല്ല പറയുന്നത്, ചോദിക്കുന്നത് മാച്ച് നടക്കുന്ന സമയം, ക്രിക്കറ്റ് മാച്ച്. അപ്പോ എനിക്ക് കാര്യമായിട്ട് പറയാൻ അതിനകത്ത് അറിയില്ല കേട്ടോ, ക്രിക്കറ്റ് മാച്ച് പീസ് ബോളർ ആരാണ്, നല്ല ബാറ്റ്സ്മാൻ ആരാണ് എന്നൊക്കെ ചോദിക്കും. ഇവൻ എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ആരാണ് കോഹ്ലി, അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഒരു മാച്ച് വരുമ്പോ ഇവരെല്ലാരും അതിലെല്ലാം നല്ല എക്സ്പേർട്ട് ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാരും ഒരു മാച്ചിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മോൻ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോ അവര് ഭയങ്കരമായിട്ട് വർക്ക് ഹാർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അച്ഛൻ ചോദിച്ചു, അവരെല്ലാം വളരെ കഴിവുള്ളവരല്ലേ, അപ്പൊ ഒരു മാച്ച് വരുമ്പോ അവരെന്തിനാ പ്രാക്ടീസ് ചെയ്ത് പോയി അങ്ങ് കളിച്ചാൽ പോരെ എന്ന് മോനോട് ചോദിക്കുക. മോനിങ്ങനെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്താലാണ് അവർക്ക് നല്ല ഇതുപോലെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അച്ഛൻ അതാ പറഞ്ഞത്, നീ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും പരീക്ഷാ സമയത്ത് നീ ഒന്നുകൂടെ അത് പ്രാക്ടീസ് ചെയ്താലാണ് നിനക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അവൻ അതാ പെട്ടെന്ന് അത് മനസ്സിലാവുകയാണ്, അവനിരുന്ന് പഠിക്കുന്ന. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു. സെയിം തന്നെ കുട്ടികളിലേക്ക് നമുക്കൊരു മെസ്സേജ് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് പറ്റുന്ന രീതിയിൽ സ്റ്റോറിയും റൈംസും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഏകദേശം ക്ലിയർ ആയല്ലോ? മാമിന്റെ റെക്കോർഡ് വരുമ്പോ മൈമിന്റെ പിക്ചർ എങ്ങനെയായിരിക്കും എന്നൊന്ന്. മൈമിന്റെ പിക്ചർ വേണ്ട, അത് പറയാം. മൈമിന്റെ പിക്ചർ വേണ്ട, മൈം ഡ്രാമ പിക്ചർ വേണ്ട. ഞാൻ അത് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നോ? ഓർക്കണോ? മൈമ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമല്ലേ, അതിനകത്ത് ഡയലോഗ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു മൈമിന്റെ ഒരു കോൺസെപ്റ്റ്, ഒരു കോണ്ടന്റ് എഴുതുവല്ലേ വേണ്ടുള്ളൂ. മതി. ഇപ്പൊ മാം സ്മോക്കിങ്ങിന്റേതാണെ കുട്ടികൾക്കൊരു എന്താ പറയാ, അത് ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റി നമുക്കൊരു ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് അങ്ങനെ എഴുതി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ വേർഡ്സിൽ അങ്ങനെയാണ്. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എഴുതിയത് എന്താന്ന് ഞാൻ മറന്നു, ബുക്ക് അതായത് ഒരു കഥയായാൽ നന്നായിരിക്കും. ഇപ്പൊ ഒരിടത്ത് ഒരു വീട്ടിലെ ഒരു കുട്ടി അല്ലെങ്കിൽ അവിടുത്തെ ആ കുട്ടിയുടെ അച്ഛൻ സ്മോക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് പാസീ സ്മോക്കർ ആയിട്ട് കുട്ടിക്ക് കിട്ടുന്നു. കുട്ടിയാണ് ആദ്യം രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെയൊക്കെ വന്ന് നമുക്കിത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റണം. ഒരു റോൾ പ്ലേ പോലെ അല്ലെങ്കിൽ മൈമായിട്ടോ എല്ലാ കഥകളും ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകുമ്പോ വേറെ കഥകൾ അന്വേഷിച്ചു പോകണ്ടല്ലോ. ഞാനിപ്പോ ട്രെയിനിങ്ങിന് പോണോടത്ത് നമ്മള് പാട്ടൊക്കെ എഴുതിയതൊക്കെ എനിക്ക് വളരെ ഉപകാരമായി. അതേമാതിരി തന്നെ നല്ല കുട്ടികളാട്ടോ, എനിക്കൊരു 20 കുട്ടികളുണ്ട്. നന്നായിട്ട് തോന്നി. ഇന്നിപ്പോ എന്റെ മൂത്ത മോന് ഞങ്ങക്ക് 3 പേർക്കും അതെ ശ്വാസം മുട്ടുള്ളതാ. അപ്പൊ അവന് ഇന്നലെ വയ്യാത്തോണ്ട് ഇന്നിപ്പോ ഞാൻ ലീവ് വിളിച്ച് പറഞ്ഞേക്കുവാ. Okay then. Okay. Anything else? Any doubts?
ഐ തിങ്ക് നമ്മളിനി എന്താ കാണാം, ഫ്രൈഡേ അല്ലേ? ടീച്ചറെ, ഞങ്ങളുടെ അടുത്ത് പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് റെക്കോർഡ് തരുന്ന ആ ഒരു ദിവസം സിബ് അങ്ങനെയുള്ള സാധനങ്ങൾ. അത് കളക്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കൽസ് മൊഡ്യൂൾ 3 വരുമ്പോഴേക്കും നമ്മൾ അതൊക്കെ റെഡിയാക്കി വെക്കാം. എനിക്ക് എന്തേലും കിട്ടുമ്പോ എന്റെ മക്കൾ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞോണ്ടേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പറക്കിയപ്പോ ഒരു 2 ബോക്സ് ആയി ഞങ്ങൾക്ക്. ഇന്നലെ ഏത് ക്ലാസ് ആയിരുന്നു പറയാമോ മാം? എനിക്ക് എന്താണ്? ക്ലാസ് കേൾക്കാൻ എന്താണ്? അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ലേ? ഇന്നലെ ഏത് ക്ലാസ് ആയിരുന്നു? ഇന്നലെ ആരായിരുന്നു? അശ്വതി മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു മാം. ആണോ? ഞാൻ ഫ്രൈഡേ ആണ്. അശ്വതി മിസ് മൺഡേ ആണ്. മാറിയിരുന്നു. മാം യെസ്. മാം, ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കൊണ്ടുപോകണോ നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുമ്പോൾ? ലെസൺ പ്ലാൻ ആക്ച്വലി നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് അവരെ കാണിക്കുന്നതാണ്. BEdകാർക്കാണ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. പക്ഷെ നമ്മൾ അവിടെ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവർ പറയും ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ സ്കൂളിന് എന്തെങ്കിലും ഫോമാറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഗൂഗിൾ ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ടു പ്രിപ്പയർ ലെസൺ പ്ലാൻ എന്നൊക്കെ ഉള്ള കുറേ വീഡിയോസ് കാണാം. ഇതൊക്കെ ശരിക്കും ടീച്ചിങ് മാനുവൽ ആണ്. അതിപ്പോ നമുക്ക് ആ സ്കൂളുകാരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. കാരണം ടീച്ചിങ് മാനുവലിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആക്ടിവിറ്റി കൊടുത്തപ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഒരു പാർട്ട്. മൈ ഇവാലുവേഷൻ, ഞാൻ എന്താണ് കണ്ടത്, കുട്ടികളുടെ മാറ്റം ഞാൻ എന്താണ് കണ്ടത്, അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ബട്ട് ആ സ്കൂള് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു കീപ് എ ടീച്ചിങ് മാനുവൽ ലെസൺ പ്ലാൻ. തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. മൗണ്ടസോറി സിസ്റ്റം തന്നെയാണ് അവിടെ. ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ ഇവിടെ പഠിക്കുന്നവർ തന്നെയാണ്. ഒരാളും കൂടെ ഉണ്ട്, സുധന്യ എന്ന് പറഞ്ഞിട്ട്. ഞാനും മോളും കൂടിയാണ്. അവള് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. പാലക്കാട്ടേക്ക് വരികയാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. സുധന്യ ജോയിൻ ചെയ്തു തോന്നി, കണ്ട പോലെ തോന്നി. വരുവാണോ? എന്ന് പോയി വരുവാണോ അവിടെ സ്റ്റേ ചെയ്യുന്നത്? അല്ല, എന്റെ വീട്ടിലേക്ക് അവള് വരികയാണ്. എന്റെ കസിൻ ആണ് അവള്. ഓ ശരി. അപ്പൊ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾ 2 പേരും കൂടിയാ പോകുന്നത്. പാലക്കാട് എവിടെയാണ് മോണ്ടിസോറി സ്കൂള്? പത്തിരിപ്പാല. പത്തിരിപ്പാലം. പത്തിരിപ്പാല. അതെവിടെയാ? ടൗണിൽ തന്നെയാ? ടൗണിൽ തന്നെയാ. പാലക്കാട് നിന്ന് ഒറ്റപ്പാലം റൂട്ട്. ഒറ്റപ്പാലത്ത് നിന്നാണ് അടുത്ത്. പാലക്കാടിനേക്കാൾ ഒറ്റപ്പാലത്ത് നിന്ന് വരുമ്പോഴാണ് അടുത്ത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എല്ലാം ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ ദെൻ, see you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.